ഓക്കെ എന്നാ ചിലപ്പോഴാണെങ്കിൽ ബാബുച്ചൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് ഉണ്ട്. ഞാനും അമ്മയും കൂടെ ചിലപ്പോഴാണെങ്കിൽ പോയിരിക്കും കേട്ടോ. ഓക്കെ ഭയങ്കര ക്ഷീണമാണ്. ഇന്ന് ചെറിയ വെയിൽ കാണാൻ സാധ്യതയുണ്ട്. രാവിലത്തെ ഒരു വിശ്രമമുണ്ട്. പക്ഷെ എന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും. മഴയില്ല, എന്നാലും മൂടലാണ്. വെയിൽ തെളിയുന്നില്ല. ചെറിയതുണ്ട്. അവിടെ പോയി മേടിച്ചു തന്നോ, പൈസ കൊടുത്തേക്കാം. കടല് വേണ്ട. വേണ്ടെങ്കിൽ പോകും. വിശക്കുന്നൊന്ന് പൈസ കൊടുക്കുക. അവിടെ ഹോട്ടലിൽ നേരെ ഫ്രണ്ടിൽ പോയി കഴിച്ചോ, പൈസ കൊടുത്തേക്കാന്ന് ഇപ്പം വേണ്ട. എന്താ ദോശ എങ്ങനെയുണ്ട് പറ? സൂപ്പർ. അത് എപ്പോഴും അങ്ങനല്ല, ഒരു കൈ കൊണ്ട് നിന്നേ, മറ്റേ കൈ കൊണ്ട് മാറ്റി വെച്ചേ. ഇത് പൊറോട്ട ഒന്നും ഇല്ല വലിച്ചു കീറ. എൻ്റെ കടലക്കറി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നീ എപ്പോഴും സൂപ്പറെന്നാ പറയുന്നേ. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൾ ആദ്യം എണീക്കട്ടെ. നിന്റെ വല്യമ്മ നിന്റെ ചേച്ചി ഇതുവരെ ശ്യാമളമ്മ എണീറ്റിട്ടില്ല. ഇവരൊക്കെ ഒന്ന് എണീറ്റ് വരണ്ടേ? ശ്യാമളമ്മയ്ക്കോ? ചേച്ചി ക്ലാസ് ഇല്ല. ഇല്ല എന്നിട്ട് അപ്പഴേക്ക് പോയുണ്ട്. അപ്പൊ എപ്പഴ മണിക്ക് പോയി? പല്ലീളം എന്തോ സ്കിപ്പാൻ ഞാനിപ്പോ സ്കിപ്പ് പോയേ. നീ നിന്റെ വീട്ടിലെ പോയി ടി വി കാണും. ഇതെന്റെ വീട്ടിലെ ടി വി. നിന്റെ അപ്പുറം കണ്ടോ റംബൂട്ടാൻ വീണ ഒച്ച കേക്കട്ടെ. എന്തോന്നാ എന്നാ ഓഫ് ചെയ്യട്ടെ ടി വി? നീ അവിടെ പോയല്ലേ ടി വി കാണുന്നേ? അവിടെ പോയി അങ്ങ് കണ്ടോ.
നല്ല മഴയാണ് വരുന്നത്. കാറ്റും മഴയും എൻ്റെ അമ്മച്ചും ഇത് നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് നല്ല മഴക്കാറെന്നറിയോ അവിടെ ഭയങ്കര മഴക്കാറാണ് ഞാനേ കാണിക്കുന്നത്. മഴ തോന്നുന്നുണ്ട്. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചേക്കുന്നത് സീവിടെ എന്തോ പ്രശ്നമാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, നല്ല മഴ വരുന്നു വെച്ചോ. ഉണ്ടോ ഇരുട്ടായി. ആ പെയ്യോന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നെ ചോറിനിട്ട് പോവാം. പെയ്യുമോന്നോ? ഇത് പിന്നെ പെയ്യാതെ അവിടെ പോവാനോ? അതെ ഇപ്പം ഇങ്ങ് വരാറായി. ഒരു കണ്ണെഴുതിയുള്ളൂ. നീ എവിടെ പോയതാ ശാമ്പവി? റംബൂട്ടാൻ എടുക്കാനോ? നമ്മളൊന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നാ മതി. ഈ ചെരുപ്പ് ആരോ മേടിച്ചെന്നാ നിനക്കറിയോ? ഞാനിതുവരെ അത് പറഞ്ഞില്ലല്ലോ. എൻ്റെ മീന് മേടിച്ച ചപ്പല എൻ്റെ ബർത്ത്ഡേക്ക്. മനസ്സിലായോ? മനസ്സിലായോ? എൻ്റെ വീര ോടെ തന്നെ പറയണം. ചില ആൾക്കാരോടുള്ള ചെറിയ ചെറിയ ചിന്ന ചിന്ന വൈരാഗ്യങ്ങൾ. നിന്റെ ആരാണിക്ക് കൊടുത്തോളാൻ പറഞ്ഞു തന്നാ ഏതാ ഇത് എൻ്റെ അപ്പൻ ഭയങ്കര സ്നേഹം. ഹാർട്ട് ബാഗിൻ്റെ അറ്റത്തോ ബോക്സിൻ്റെ അറ്റത്തോ പേരകളുടെ നിന്റെ ശല്യം കാരണം ഇവിടെ നാളെ പെർഫ്യൂം എടുത്ത് മാറ്റി. നിന്റെ ഉള്ളി ശല്യം. ഇവിടെ ആരെങ്കിലും പറഞ്ഞ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് മാറി. എനിക്കത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പാടൊന്നുമില്ല. ഞാൻ എന്തിനാ ഇവിടെ വന്നറിയോ? എന്തിനാ? മീൻ മണമൊന്നുമില്ലല്ലേ? മീൻ മണോ? കേക്ക മീൻ മണമില്ലേന്ന്. അതിനകത്ത് വലിയൊരു മീൻ കിടപ്പുണ്ട്. അതിനകത്ത് വളർത്താൻ പോലെ. എന്നാ പോയിട്ട് വരാം. അതാ കൊച്ച് കുളിക്കാനോ? ആഹാ, അവളെ ഞാൻ കുളിപ്പിച്ചതാ. ഇതെത്ര ഉണ്ടെന്ന് പറയാം. ഗ്രാമ വലിയൊക്കെ ആയിരിക്കുമല്ലേ? 720. എനിക്ക് അതും പോയി എനിക്കൊരു 2 ഗ്രാമിന് എടുക്കാനാണെങ്കിലോ ഭയങ്കര കാശ് കൊടുത്തിട്ട് വേണ്ടി വരും. ഇത് അങ്ങോട്ട് വരും.
ഇന്നിവിടെ ഭയങ്കര തണുപ്പ്, ഉച്ചവരെ മഴയായിരുന്നു, തണുപ്പ് ഭയങ്കര കൂടുതൽ. ഏലത്തിൻ്റെ സ്റ്റോറാണ്, ഏലം ഉണക്കാനും ഒക്കെ ആയിട്ടുള്ള. വീട്ടിലാരും ഇല്ലേ? ശംഭു മോനെ, എടി മറ്റേ മാറ്റി വെക്കണേ. ശംഭു മോനെ, അവിടെ സ്നാക്സ് മാറ്റി വെക്കണേ, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കാണുമ്പോൾ കാണത്തില്ല സാധനം. അമ്മ എന്നെ പറഞ്ഞാൽ ശാംഭവിയെ മാത്രം എന്നെ വിളിച്ച് അമ്മയെ വിളിക്കച്ചെന്നോ. 660 ഒരുപോലാന്ന് എനിക്കറിയാം. നീ മാൽക്കിസ്റ്റിൻ്റെ ഇത് മേടിക്കണമെന്ന് പറഞ്ഞില്ലേ? അല്ലേ, ശ്യാമളമ്മയ്ക്ക് അതേ മാങ്ങാപ്പഴം മേടിച്ചു. ഇപ്പോൾ ഓക്കെ ആയില്ലേ? 2 സെറ്റായില്ലേ? കണ്ടോ, പെൺപിള്ളേർ വന്നപ്പോൾ കരണ്ടും വന്നു, ഐശ്വര്യമുള്ളവർ വന്നപ്പോൾ. ആണല്ലേ, സോറി. ആയിക്കോട്ടെ. പാല് മേടിച്ചില്ല മോനെ, ഞാൻ കറക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ മറക്കിയിട്ടില്ല, കറക്കാനുള്ള സമയമായില്ലല്ലോ. അപ്പം മേടിക്കണം. എന്താ പൊന്നെ, എന്നാ കാറ്റായിരുന്നു. പിന്നെ മൊത്തം ഉണ്ടോ, കാറ്റും മഴയും, ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയായിരുന്നു കേട്ടോ. വെയിലും ഉണ്ട് അതിനകത്ത്. സ്റ്റാൻഡിലിങ്ങനെ നല്ല മഴ പെയ്യുവാണേ, നല്ല വെയിലും, നല്ല രസമാണ്. നീ കണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്നപ്പം? ഉണ്ടോ, നല്ല മഴയാണ്. മഴയുണ്ട്, വെയിലുണ്ട്, കാറ്റുണ്ട്. കാറ്റ് പറഞ്ഞപ്പോൾ ഇപ്പോൾ വലിയൊരു പേമാരി കഴിഞ്ഞിട്ടിരിക്കുക. പേമാരിയല്ല, കൊടുങ്കാറ്റ്. മഴയും അതെ അതുപോലെ. പച്ചക്കായ ചുട്ടു തിന്നു, ചനച്ചത് ചുട്ടു തിന്നു. ഞാൻ അങ്ങനെ നല്ല കഴിപ്പ് കഴിക്കുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ. അല്ല, മണിച്ചിത്രത്താഴ് എപ്പോൾ കണ്ടാലും ഒരു പുതുമയാ അല്ലേ? ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോനെ പിള്ളേർ സ്കൂളിലൊക്കെ പോകുമ്പോഴേ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ സെറ്റപ്പൊക്കെ വരുന്ന കണ്ടിരിക്കും. മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത്, ഇങ്ങനെ കിലുക്കം, അങ്ങനെ കുറച്ച് പടങ്ങൾ. പിന്നെ ദിലീപിൻ്റെ മീശ മാധവൻ, എനിക്ക് ചില, പിന്നെ രാജമാണിക്യം. എനിക്ക് ചില പടങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ അതൊക്കെ. എനിക്ക് നോക്കിയാൽ ബാക്കിയുള്ള അയ്യോ എൻ്റെ ദോശ രാവിലത്തെ ദോശമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ അമ്മച്ചി. നമുക്ക് മുരിച്ച് സംഭവിക്കാം.
അന്നേരം മൊരിച്ചു വയ്ക്കും. കരുണ ചെയ്യുവാൻ കൃഷ്ണ. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞാന്നോടെ? എക്സാം കഴിഞ്ഞായിരുന്നോ? ഉറങ്ങണില്ലേ? നിന്റെ ക്ലിപ്പല്ല പൊട്ടിച്ചത്, ഇത് എന്റെ ക്ലിപ്പാ പോയത്. എങ്ങനെ ക്ലിപ്പ് പൊട്ടിച്ചേ? നല്ല ക്ലിപ്പ്, അതുകൊണ്ടാണോ പൊട്ടിച്ചേ? നമ്മുടെ മുത്ത സുന്ദരി കൊച്ചാണ്. ആണോ? ഈടായിട്ട് കണ്ണിന് ഇച്ചിരി കോട്ടം കൂടുതലാണല്ലോ അല്ലേ? ഇവിടെ നോക്കിയേ, എന്നെ നോക്കിക്കേ, എന്നെ അമ്മേനെ നോക്കിക്കേ. അതാണോ അമ്മ? ഇല്ല. ആ ദേണ്ട റിമോട്ട് ഇരിപ്പുണ്ടല്ലോ അമ്മ, ഓളി കൂട്ടാൻ വരായിരുന്നു. പക്ഷേ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ എടുക്കണം. നല്ലൊരു ഫോട്ടോ എടുത്ത് തന്നെ ഇത് ഞാൻ എങ്ങനെ തരും എന്നിട്ട്? അത് ഇപ്പം എനിക്ക് എപ്പോഴും തരാൻ പറ്റും ആശാൻ. ഞാൻ എൻ്റെ ആശാൻ നമ്പർ സാധാരണ ഫോണല്ലേ ഉള്ളൂ? എനിക്ക് ഫോണില്ല. ഇല്ല, പിന്നെ എങ്ങനെയാ തരുന്നത്? അത് ഞാൻ ആശാൻ ഫോൺ നമ്പർ തന്നാൽ മതി. അല്ല, ഞാനിത് പ്രിന്റ് അടിക്കത്തില്ലല്ലോ, ഫോണിൽ അയച്ചു തരാനേ വല്ലതല്ലേ പറ്റുള്ളൂ. ആ പറ്റും. ഞാൻ ആശാൻ ഫോൺ നമ്പർ ഞാൻ വിളിച്ചേക്കാൻ മാണിക്കം. എൻ്റെ വീട്ടുപേരും പറഞ്ഞേക്കാം. എവിടെയാ സ്ഥലം? സ്ഥലം ബാങ്കൊന്ന്. എന്നാലും എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട് എന്നാലും കേട്ടോ. വീഡിയോ ആണല്ലോ? വീഡിയോ? വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഇടയ്ക്ക് കാണാം. തെറ്റാ? ഇത് എന്നാ വില വരുന്നത്? ഇതോ? അതൊക്കെ ഇച്ചിരി വിലയാ. എന്നാലും ഒരു 69,000. 70? 70. 70. അത്രേ ഉള്ളൂ. ഓക്കെ, പൊക്കോട്ടെ. സന്തോഷം. പൊക്കോട്ടെ. ഇപ്പം താമസം മുളങ്കയം. മുറ്റം ഞാൻ കണ്ടോളാം. മുളങ്കത്ത് എവിടെയാ? പള്ളിയുടെ അവിടെ വന്നാൽ മതിയോ? അല്ല, മുളങ്കയത്ത് അല്ല, ആ മേളിലോട്ട് കയറി പോണം. ആ ക്രിക്കറ്റിൻ്റെ അവിടെ നിന്ന് മണ്ടലോട്ട്. നമ്മളെ ബോഡി സാധനം. ഓക്കെ, അപ്പം എനിക്ക് മനസ്സിലായി. പോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. ആശാനെ. ഓക്കെ, ശരി എന്നാ. വിട്ടേക്കെ. ഓക്കെ ഓക്കെ. നമുക്ക് ഭൂമി നമ്മളെ സാഹസം പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. എന്നെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടി കുറവാണല്ലോ. വീഡിയോ എടുത്തേക്കാം. ഫോട്ടോ എടുത്തേക്കാന്ന് ഞാൻ പറഞ്ഞേ. ഞങ്ങൾ വീഡിയോ എടുത്ത് ഫോട്ടോ വീഡിയോ എന്ത് അങ്ങനൊന്നും ഇല്ല. എന്തായാലും എടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിച്ച് റോഡ് സൈഡിലുള്ള കടകളൊക്കെ എടുത്ത് മാറ്റുന്ന വെറും പ്രകസനമാണ്. വീണ്ടും വന്നേക്കുന്നുണ്ടോ വേറെ മോഡലിൽ. മുണ്ടക്കയത്തെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ആ വെട്ടം കാണുന്നു. ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാകും. ഇരുമ്പോലൊക്കെ സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ എടുത്ത് കളയത്തില്ല. ഇതൊക്കെ അതിനകത്തിന് ഇവിടെ സൂക്ഷിച്ച് വെച്ചെന്ന് പറയാമോ? 3 ദിവസമായി ഞാൻ നിരത്ത് കിടക്കുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക്. കാലേ കൊള്ളാൻ വേണ്ടിയാണോ? എനിക്ക് തോന്നുന്നു അത് എൻ്റെ കാലേ കൊള്ളുന്ന പോലെ വെക്കണം. അല്ലാതെ ഇപ്പോൾ പിള്ളേരകത്തോളല്ലേ.